അപ്പോൾ ഇന്ന് ഞാനിതാ ഉച്ചയ്ക്കത്തുള്ള ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കറി വെക്കാനോ മീനോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ താത്ത തന്നതാണ് ഈ പച്ചക്കറി. ഒരു കഷ്ണം മത്തനും പിന്നെ 2 പച്ചക്കായും പിന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ 2 ചെറിയ ക്യാരറ്റും അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മത്തനും 2 പച്ചക്കായും താത്ത തന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കട്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒന്ന് ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും നല്ലൊരു വർഷം ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞാനിതാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കഴുകുകയാണ് കേട്ടോ. മത്തനും പച്ചക്കായ 2 ചെറിയ ക്യാരറ്റ് 1 തക്കാളി പിന്നെ 5-6 പച്ചമുളകുമാണ് കേട്ടോ ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം തോലൊക്കെ ചെത്തിയിട്ട് വീണ്ടും ഒന്നും കൂടി കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ കറി വയ്ക്കൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ അധികം ഞാൻ ആർക്കും ഷെയറൊന്നും ചെയ്ത് കൊടുക്കലില്ല. നമ്മൾ യൂട്യൂബിൽ ഇടലാണ്, പക്ഷേ ഇങ്ങനെ ഷെയർ ചെയ്താലൊക്കെ എല്ലാ ആൾക്കാർ കൂടുതൽ വ്യൂസ് ഉണ്ടാവുള്ളൂ. ഞാനങ്ങനെ ആർക്കും ഷെയറൊന്നും ചെയ്ത് കൊടുക്കലില്ല. അപ്പോൾ എല്ലാവരും കാണുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.
അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കട്ടെ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുടയുന്നത് വരെ വേവിക്കണം. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് താളിക്കാം. താളിക്കാനായിട്ട് ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിലും അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കമുളക് ഇടാത്തത്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചിട്ട് നന്നായി കടുക് നന്നായി പൊട്ടി വന്നാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും.